ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹസ്ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് രാഗിയുടെ വടയാണ്. ഇത് ഭയങ്കര ഈസിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഈ വട ഉണ്ടാക്കാനായിട്ട് നമുക്കൊന്നും കുതിർക്കണ്ട, അരയ്ക്കേണ്ട, ഒന്നും വേണ്ട. ഒരു 15 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വട നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ രാഗിയാണ് എടുത്തിരിക്കുന്നത്. രാഗി പിന്നെ എത്രത്തോളം ഹെൽത്തി ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വട ഉണ്ടാക്കാൻ നോക്കാം. വട ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് രാഗിയുടെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ തിരഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി 1.5 ടീസ്പൂൺ എന്ന അളവിൽ ഇഞ്ചിയും 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വളരെ കനം കുറച്ച് അരിയുക. ഞാനിവിടെ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതും കൂടി അതിലേക്ക് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈര്. കുറച്ച് പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 3 ടീസ്പൂൺ ചേർന്നാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ആ അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി നന്നായി കുഴച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ കുറേ വെള്ളാണ്ട് ഒഴിക്കരുത്, കാരണം രാഗിപ്പൊടി പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. നന്നായി കുഴച്ച് അത് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയ്ക്ക് പരത്താം. അപ്പോൾ ഉഴുന്നുവടയുടെ ഷേപ്പിൽ പരത്താം, അല്ലെങ്കിൽ പരിപ്പുവടയുടെ ഷേപ്പിൽ പരത്താം. ഞാനിവിടെ കനം കുറച്ചിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ബിസ്ക്കറ്റ് പോലെ നല്ല ക്രിസ്പി ആയിട്ട് കടിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചൂടായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, കാരണം ഈ പതച്ച് വരുന്നത് നിൽക്കും. അപ്പോൾ അതിന് കറക്റ്റ് ചൂടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ 2 സൈഡും നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഓരോ മിനിറ്റ് മതി ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ. അതുപോലെ തന്നെ ഏത് സ്നാക്സ് നമ്മൾ എണ്ണയിൽ മുരിയാണെങ്കിലും ഇത് മുങ്ങിക്കെടുക്കാനുള്ള എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കോരി എടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് സ്നാക്സ് കോരി എടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്നാക്കായാലും എണ്ണ കുടിക്കും. അപ്പോൾ സ്നാക്സ് എല്ലാം കോരി എടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഗിയുടെ വട കിഡിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്യാൻ നോക്കുക. ബൈ.